ശ്രീമതി അഞ്ജു പാർവതിയിലേക്കാണ്. മാം, എന്തായാലും WCCയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ 2019 മുതൽ ഇന്നുമല്ല സർക്കാരിന് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച അന്നു മുതൽ ഇന്ന് വരെ തുടർന്ന നിരാശാജനകമായ നിശബ്ദത ഭേദിക്കപ്പെടുകയാണ്. എന്തായാലും ജസ്റ്റിസ് VG അരുണിൻ്റെ ഈ ഒരു വിധി പ്രസ്താവത്തോടെ ഇന്ന് വന്ന്. പക്ഷേ കോടതി ഒരാഴ്ചക്കാലത്തെ സാവകാശം കൊടുത്തിട്ടുണ്ട്. എതിർകക്ഷികൾക്ക് വേണമെങ്കിൽ ഹർജിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഡിവിഷൻ ബെഞ്ചിനെയോ അല്ലെങ്കിൽ പരമോന്നത നീതിപീഠത്തെയൊക്കെ സമീപിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്കറിയാം ചലച്ചിത്ര മേഖല വളരെ ഗ്ലാമറസ് ആയ മേഖലയാണ്. പക്ഷേ പൊതുസമൂഹത്തിന് ഏറ്റവും അധികം ആകാംക്ഷ ഈ റിപ്പോർട്ടിൽ ആരെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും. ഈ ബാധിക്കപ്പെട്ടവർ ഈ കമ്മിറ്റിക്ക് മുൻപാകെ വന്ന് അവർ നേരിട്ടുള്ള ദുരനുഭവങ്ങളോ വിവേചനങ്ങളോ ഒക്കെ പറഞ്ഞവർക്കൊരു പ്രതീക്ഷയും ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തെ പൊതുവിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ആദ്യം ശരിക്കും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019, അതായത് നമ്മുടെ ഈ 2017 അവിടെ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ തൊഴിൽ മേഖല, സിനിമ എന്ന തൊഴിൽ മേഖലകളിൽ ഒരുപാട് ചൂഷണങ്ങൾ നേരിടുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ അതിക്രമം മാത്രമല്ല, അവരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജെൻഡർ പൊളിറ്റിക്സ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടൊരു കമ്മിറ്റി വേണമെന്ന് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഒരു സംഘടന ഫോം ചെയ്തു. WCC എന്ന് പറഞ്ഞൊരു സംഘടന ഫോം ചെയ്തു. എന്നിട്ട് അവർ അപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അതിൻ്റെ ഇതിൻ്റെയൊക്കെ റിയാക്ഷൻ ആയിട്ടാണ് ഈ ഒരു കമ്മിറ്റി, ശരിക്കും കമ്മീഷനിലെ കമ്മിറ്റി ഫോം ചെയ്തത്. അപ്പോൾ ഫോം ചെയ്തതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. സിനിമാ മേഖലയിൽ നിന്ന് അത്രയോ വർഷങ്ങളുടെ പരിചയമുള്ള അഭിനേത്രി ശാരദാമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്യൂറോക്രാറ്റ് വത്സല മാം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായും നമ്മുടെ ജസ്റ്റിസ് മാം. അപ്പോൾ ഇത്രയും ഇതായിട്ടുള്ള, എന്നിട്ട് അവർ വളരെ പെട്ടെന്ന് എല്ലാ സിനിമയിലുള്ള എല്ലാ മേഖലയിലുള്ളവരും, ആക്ടിങ് ആയിട്ടുള്ളവർ മാത്രമല്ല, സാങ്കേതിക വിദഗ്ധർ, സംവിധായകർ, നിർമ്മാതാക്കൾ, അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരുമായിട്ട് സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 300ഓളം പേജുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് എന്താ പറയുക, 2019 തന്നെ റിപ്പോർട്ടെല്ലാം സമർപ്പിക്കപ്പെട്ടു. എന്നിട്ടും 5 വർഷം ഈ ഒരു പുറം ലോകത്ത് എത്തിയില്ല എന്ന് കാണിക്കുമ്പം അത് ആലോചിച്ച് നോക്കുന്നത്, എവിടെയാണ് നമ്മുടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന, അതും ഇടതുപക്ഷം മതിൽ കെട്ടിയിട്ടുള്ള ഒരു കേരളത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എനിക്കതിൽ ഏറ്റവും ഒരു ഐറണിയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ WCC എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാവരും, മിക്കവരും അവർക്ക് വ്യക്തമായൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്സ് ഒക്കെ തന്നെ ഇടതോരം ചേർന്ന് നടക്കുന്ന ഒരു പൊളിറ്റിക്സാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സ്ഥാപനമായിട്ട് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന റിമ ഒക്കെ. അപ്പോൾ അവരുടെ രാത്രി നടത്താൻ ഇങ്ങനെ കുറേ പരിപാടികൾ, ഇടത് സർക്കാരിൻ്റെ പരിപാടികളൊക്കെ ഇവരാണ് മുന്നിൽ നിന്ന് അതിനുള്ള എല്ലാം ഒരു സെലിബ്രിറ്റിയുടെ ആ വെള്ളി വെളിച്ചത്തിൻ്റെ ആ ഒരു എല്ലാം ഗ്ലാമറസ് ആയിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ട് അത്രയും ആളുകൾ അട്രാക്ട് ചെയ്യേണ്ട എല്ലാം ചെയ്തിട്ടും, പക്ഷേ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഈ എന്താ പറയുക, ഈ സർക്കാർ അവർക്കെതിരെ മുഖം തിരിക്കുകയാണ് ചെയ്തത്. അപ്പം അത് ശരിക്കും, പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ അതൊന്നും ആരും ഇവർക്ക് തോന്നുന്ന ഒരു വിഷയമേ അല്ലായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്. ഈ 5 വർഷം ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഒളിച്ചു വെച്ചു? അതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ നമ്മൾ പറയുവാണ്, ഇതേ ആൾക്കാർ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരും ഒക്കെ ഒരു സിനിമ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ, ജെൻഡർ പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ, അല്ലെങ്കിൽ സ്ത്രീ പാട്രിയാർക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു സിനിമ, നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമ. അതും നമ്മൾ വ്യക്തമായിട്ട് പറയണം. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിൻ്റെ പിന്നിലും ഒരു വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. അത് നമ്മുടെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ടുള്ളൊരു ഗിമ്മിക് പരിപാടികളുണ്ട്. കാരണം ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മൾ കാണും. അപ്പം ആ ഒരു സിനിമയുടെ വ്യക്തമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പം തുറന്ന് എഴുത്തുകളുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തീർച്ചയായും ഭയങ്കര തുറന്ന എഴുത്തുകളുണ്ടായിരുന്നു. അതിന് വലിയ നമ്മൾ വെൽക്കമിങ് ചെയ്ത ഒരു ചേരിയുണ്ട്. തീർച്ചയായും 2 ചേരികളുണ്ടായിരുന്നു, അതിൽ വെൽക്കമിങ് ചെയ്തൊരു ചേരിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ ഒരു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ഒരു കമ്മീഷൻ, അതല്ലെങ്കിൽ കമ്മിറ്റി, ആ റിപ്പോർട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആരും ശ്രമിച്ചില്ല എന്ന് പറയുമ്പം എന്തൊരു ഐറണിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വമ്പൻ സ്രാവകൾ ഉണ്ടാവാം ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഭയക്കുന്നതുമെല്ലാം. യൂഷ്വലി ഉള്ളൊരു കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷനൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നിയമസഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കാണിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനൊരു സ്പെഷ്യൽ ആക്റ്റൊക്കെ ഉണ്ട്. 1952 ആക്ട് ആയിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല ഈ കമ്മിറ്റി ഫോം ചെയ്തത്. ഇതൊക്കെ തന്നെ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യമേ നിയമസഭയിൽ വെക്കണമെന്നില്ല. പക്ഷെ അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ അല്ലാത്ത ഇത്? ബാക്കിയുള്ള കമ്മീഷനൊക്കെ പൊതുവെ എനിക്ക് തോന്നുന്നു നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് എല്ലാവരും അങ്ങനെയാണല്ലോ. പിന്നെ ഇത് പൊതുജനം അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിന് ശരിക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇതിൻ്റെ പൈസ അല്ലെങ്കിൽ നികുതി പണം 1 കോടിയിലേറെ രൂപ ചെലവഴിച്ചിട്ടുണ്ട് അല്ലേ ഈ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ജനങ്ങളുടെ പോക്കറ്റ് നിർത്തുക, അതായത് നികുതി പണമാണ്. അപ്പം ഇതിൻ്റെ എന്താണ് എന്നറിയാൻ ഓരോ പൗരനും, ശരിക്കും നികുതി കൊടുക്കുന്ന ഓരോരുത്തർക്കും
അവകാശമുണ്ടെന്നുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള വേൾഡാണ്. അപ്പോൾ കുട്ടികൾ എല്ലാവർക്കും ഇനിയുള്ളൊരു ജനറേഷൻ ഈ സിനിമ അഭിനയം മാത്രമല്ലല്ലോ, ക്യാമറയ്ക്ക് മുന്നിൽ പിന്നിൽ വസ്ത്രാലങ്കാരം എല്ലാ മേഖലകളും ഉണ്ട്. അപ്പം അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. പക്ഷെ ഇത്രയും ചൂഷണം നമുക്കറിയാം. സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചുകൾ ഒരു വശം പറയുന്നുണ്ട്, കാസ്റ്റിംഗ് കൗച്ചുണ്ട്, അവസരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ കടന്നു കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ മറുവശം പറയുന്നുണ്ട് ഇല്ല അവസരങ്ങളില്ലാതെ അങ്ങനത്തെ കാസ്റ്റിംഗ് കൗച്ചൊന്നും ഞാൻ നേരിട്ടില്ല. രണ്ട് വശവും നമുക്ക് കേൾക്കാം. പക്ഷെ നമുക്കറിയേണ്ടത് സിനിമ എന്ന് പറയുമ്പോൾ ഒരു മേഖല എന്ന് പറയുമ്പം ഓരോ സിനിമാ സൈറ്റുകളും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഒരു ക്രൂ ഉണ്ട്. അപ്പോൾ ഒരു ക്രൂവിലുള്ള അനുഭവം ആയിരിക്കത്തില്ല മറ്റൊരു ക്രൂവിൽ ചെല്ലുമ്പോൾ അടുത്തൊരാൾക്ക് ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും റിപ്പോർട്ടിൻ്റെ അകത്തുള്ളപ്പോൾ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, വേതനം, തുല്യ വേതനം, അങ്ങനത്തെ വേതനത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയും നാൾ ഇത് ഒളിച്ചു വെച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ്, ഒരു യൂട്യൂബർക്കെതിരെയൊക്കെ നമ്മൾ പറയാം പരസ്യമായിട്ട് വ്യക്തിയധിക്ഷേപം നടത്തിയതിനെതിരെ അമ്മ എന്ന് പറഞ്ഞ സംഘടന വലിയ രീതിയിൽ അതിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നു, കേസും ഒക്കെ ഉണ്ട്. അപ്പം ഇത്രയും 5 വർഷങ്ങളിൽ അവരുടെ മേഖലയിൽ തന്നെയുള്ള സ്ത്രീകൾ ഒരുപാട് പേര് പലരും സ്വകാര്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഓഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ വിവരാവകാശത്തിൽ പറയുന്നുണ്ട് ആരുടെയും സ്വകാര്യതയ്ക്ക് ഹാനി ഒന്നും വരുത്തില്ല എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ ഹർജി എന്ന് പറയുമ്പം അവർക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ ഉടയ്ക്കപ്പെടും എന്നുള്ള ഭയമുണ്ട്, ഇതിൻ്റെ പിന്നിലുള്ള മാഫിയകൾ പുറത്തു വരും എന്നുള്ള ഭയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതൊരു വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വലിയൊരു പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. യെസ് യെസ്